എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടത് ആര് വഴിയാണ്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഈ ചിത്രം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ സന്തോഷിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷെ ജീവിതം നിങ്ങൾക്ക് പലപ്പോഴും നൽകിയത് ദുഃഖങ്ങൾ മാത്രമായിരുന്നു. ജീവിതത്തിൽ നിരവധിയായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞ നിങ്ങളുടെ ജീവിതം അതിതീക്ഷ്ണമായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഭവിക്കുന്നു. എത്രയെത്ര പ്രശ്നങ്ങൾ, എത്രയെത്ര പ്രതിസന്ധികൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു. അവയിലുടനീളമെല്ലാം മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന നിരവധിയായ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് വേദനിക്കാനായി വന്നു. അവഗണിക്കുകയും നിങ്ങൾക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലുള്ള പല മാനസിക ചിന്തകളും നിങ്ങളെ വേട്ടയാടി. എത്രയെത്ര കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. ഓരോ കാലഘട്ടത്തിലും ഹൃദയത്തിൽ വിഷമിക്കാൻ ഓരോ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായി. മാനസികമായിട്ട് നിങ്ങൾക്കുണ്ടായ വിഷമങ്ങളും ചെറുതല്ല. എങ്ങനെ ഞാൻ ഇതിനെയൊക്കെ അതിജയിക്കും എന്ന് നിങ്ങൾ സംശയത്തോടെ കേട്ടിരുന്ന സമയങ്ങൾ. ജീവിതത്തിൽ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടായി. എങ്ങനെ ഇതിനെയൊക്കെ നേരിടുമെന്ന് ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചിന്തിച്ചു. അവഗണിച്ചവർ നിങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. അവരാരും പ്രതീക്ഷിക്കാത്ത തലത്തിൽ ഈശ്വരൻ നിങ്ങളെ വളർത്തുകയാണ്. നാളെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ഈശ്വരൻ നൽകുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അതിജീവിച്ച് കടന്നു വന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരനൊരർത്ഥം നൽകുകയാണ്. ആ അർത്ഥം നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയൊരു സമ്മാനമായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ സർവശക്തി നിങ്ങൾക്ക് അവഗണനയിൽ നിന്നും നന്മകൾ നൽകുന്നു. നിങ്ങൾ മോശമാകുമെന്ന് ഉറപ്പിച്ചിരുന്ന ചില ആളുകൾ, നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ചില ആളുകൾ, അവർക്ക് നിങ്ങളുടെ വളർച്ചയിൽ അസൂയുണ്ടായിരിക്കുന്നു. അവർ നിങ്ങൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് നിങ്ങളെ തകർക്കാൻ കഴിയാത്തതിൻ്റെ വിഷമത്തിലാണ് അവർ നിങ്ങളെ സമീപിച്ചത്. അത് കണ്ടറിയുക, മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന ആളുകൾ അവർ പോലും ചിന്തിക്കാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുമോ എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്കെതിരെ നീങ്ങിയതാണ്. അത് കണ്ട് മനസ്സിലാക്കുക, അത് അറിയുക. രണ്ടാമത്തെ പൈലിലേക്ക് പോകാം. ഒന്നിനും കൂസലില്ലാതെ നിലനിൽക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സർവേശ്വരൻ്റെ ശക്തി കൊണ്ട് സാധിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അൻപയെ പരാജയപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ശക്തി നിങ്ങളെ സഹായിച്ചു. നിങ്ങളെ ആരും സഹായിച്ചിട്ടില്ല. നിങ്ങളെ ആരെങ്കിലും സഹായിച്ചെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടു വന്നാൽ അത് പച്ചക്കള്ളമാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. ഒരുപാട് പ്രതിസന്ധികളിൽ സ്വയം ബലിയായി നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടതാണ്. പലപ്പോഴും ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായി. മറ്റുള്ളവർ നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളെ നാണം കെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും നിങ്ങൾ ഉറച്ചു നിന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിതാ ഒരു വലിയ നല്ല കാലഘട്ടം ഉണ്ടാവുന്നു. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കൈ പിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ കാൽ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. അപ്പോൾ തുറന്നു പറഞ്ഞേക്കുക, എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന വിരളമായ ചില ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഞാൻ നശിക്കാൻ ആഗ്രഹിച്ചു. ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വളർച്ചയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി നൽകിയത്. കൂടെ നിന്നവർ അല്ലെങ്കിൽ സഹായിക്കാൻ ബാധ്യത ഉണ്ടായവരാരും സഹായിക്കാതിരുന്നപ്പോൾ ചില നല്ല മനസ്സുകൾ നിങ്ങളുടെ സഹായത്തിനെത്തി. അവരാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടതിൻ്റെ ഒരു
അവകാശവാദവും ചോദിച്ചു വന്നിട്ടില്ല. അങ്ങനെ നിങ്ങളെ സ്നേഹിച്ചവർക്ക് വേണ്ടി നിലകൊള്ളുക, നിങ്ങളെ സ്നേഹിച്ചവർക്ക് വേണ്ടി നിലപാടെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചത് നിങ്ങളോട് യാതൊരു അവകാശവാദവും ചോദിക്കാതെ വന്നവരാണ്. അവർക്കൊപ്പം ചേർന്ന് നിൽക്കുക. അവർ നൽകിയ സഹായങ്ങളും നന്ദിയും നിങ്ങളെന്നും സ്മരിക്കുക. അല്ലാതെ കാര്യസാധനത്തിന് വേണ്ടി മാത്രം, കാര്യങ്ങൾ നടക്കാൻ വേണ്ടി സ്വാർത്ഥ ചിന്തയുമായി നിങ്ങളെ തേടി ഇപ്പോഴും സമീപിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുക. അവരുമായിട്ട് നിങ്ങളൊരു ബന്ധവും വേണ്ട. കാരണം അവർ പിന്നീടും നിങ്ങൾ കാലിടറി വീഴുമ്പോൾ അതിൽ സന്തോഷിക്കാൻ വരുന്നവരാണ്. അവരാരെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അവരെ അവോയ്ഡ് ചെയ്യുക. അവരോട് മുഖം കറുത്ത് എന്തെങ്കിലും പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും പറയണ്ട. പക്ഷേ അവരെ സൂക്ഷിച്ച് മാറ്റി നിർത്തുക. അതുതന്നെയാണ് വേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.